നാസർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞ ആ നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞ ട്രംപ് വീണ്ടും ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമ്പോൾ ഇന്ന് ഹോർമുസ് സ്ട്രെയ്റ്റ് നേരെയായിരുന്നു വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാന് നേരിടേണ്ടി വന്നിട്ടുള്ളത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും. അമേരിക്കയാണെങ്കിൽ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അത് താൽക്കാലികമായി ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ ഉപരോധമൊക്കെ പിൻവലിച്ച് എണ്ണ മറ്റു രാജ്യങ്ങൾക്കും ഇറാനിൽ നിന്ന് വാങ്ങിക്കാം എന്നുള്ള രീതിയിലേക്ക് ഒരു നിലപാടെടുക്കുന്നത് ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കുക, ഒപ്പം അതിലൂടെ തന്നെ ഇറാന്റെ ഹോർമൂസ് കടലിടുക്കിന്മേലുള്ള ആധിപത്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാകണം. ബിനീഷ്, തീർച്ചയായിട്ടും. കാരണം ഊർജ്ജ പ്രതിസന്ധി ഇത്രയും രൂക്ഷമായിട്ട് മാറുമെന്നോ അത് യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നാകെ ഈ അർത്ഥത്തിൽ വിറകൊള്ളിക്കുമെന്നോ ട്രംപിന്റെ അനുയായികളോ അതല്ലെങ്കിൽ ഇസ്രായേൽ നേതൃത്വമോ കണക്ക് കൂട്ടിയിരുന്നില്ല. അത്രയും രൂക്ഷമായിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് ഊർജ്ജ പ്രതിസന്ധി നീങ്ങുന്നത്. അത് ഖത്തറിന് നേരെ നടന്ന ആക്രമണം, അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നടന്ന ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നടന്ന ആക്രമണം, ഇതൊക്കെയും ഇതിന് ആക്കം കൂട്ടിയ ഘടകങ്ങളാണ്. അതോടൊപ്പം തന്നെ എണ്ണവില വലിയ തോതിൽ തന്നെ ഉയർന്നു. പ്രകൃതിവാതകം ലഭ്യമല്ലാത്തൊരു സാഹചര്യം വന്നു. ഇറക്കുമതി രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ ഉൾപ്പെടെ ഏറ്റവും കനത്ത തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ എന്ത് വില കൊടുത്തിട്ടും നിലവിൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഈ ഊർജ്ജ പ്രതിസന്ധി പരിഹരിച്ചേ തീരൂ എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് മുമ്പ് ഏർപ്പെടുത്തിയിരുന്ന എല്ലാ വിലക്കുകളും നീക്കുകയും റഷ്യയിൽ നിന്ന് എല്ലാവരും എണ്ണ വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്ന ട്രംപിനെയാണ് 2 ദിവസം മുമ്പ് നാം കാണുന്നത്. തുടർന്ന് അവിടെയും നിന്നില്ല. ഇപ്പോൾ ഇറാന് ഏർപ്പെടുത്തിയിരുന്ന എണ്ണ മേഖലയിൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം അത് പിന്നിട്ട് കുറേ മാസങ്ങളായി വർഷങ്ങളായി തന്നെ തുടരുന്നതാണ്. ആ ഉപരോധമാണ് പൊടുന്നനെ തന്നെ എടുത്തു കളയാൻ ട്രംപ് നിർബന്ധിതമായിരിക്കുന്നത്. കാരണം നിരവധി കപ്പലുകളിൽ ഇറാൻ എണ്ണ കെട്ടിക്കിടക്കുന്നുണ്ട്. ആ എണ്ണ എല്ലാ രാജ്യങ്ങൾക്കും വാങ്ങാനുള്ള 1 മാസത്തേക്കുള്ള അനുമതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ പ്രതിസന്ധി നീളുകയാണെങ്കിൽ ഇനിയും ഇറാൻ എണ്ണ ആർക്ക് വേണമെങ്കിലും ഉദാരമായി തന്നെ വാങ്ങാൻ സാധിക്കുമാറാണ് ഇപ്പോൾ US ട്രഷറി അതിന്റെ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിനിടയിൽ വലിയ ഒരു അനുകൂലമായിട്ടുള്ള ഒരു അവസരമായിട്ട് മാറുകയാണ്. കാരണം ഇപ്പോൾ $100-110 ആഗോള വിപണിയിൽ എണ്ണവില. ആ വിലയ്ക്ക് ഇറാന് ഉദാരമായിട്ട് സ്വതന്ത്രമായിട്ട് സുതാര്യമായിട്ട് എണ്ണ വിൽക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ ട്രംപ് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രതിസന്ധിയിലേക്ക് ട്രംപ് എങ്ങനെ എത്തിപ്പെട്ടു എന്നും അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെ വിധത്തിൽ തകിടം മറിയുന്നു എന്നൊക്കെ നമ്മൾ പിന്നിട്ട ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയും ഈ യുദ്ധത്തിൽ പ്രത്യക്ഷത്തിൽ പങ്കുവഹിക്കാൻ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്ത്. അപ്പോൾ ഈ ഒറ്റപ്പെടലിനെ കൂടുതൽ തീവ്രമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഊർജ്ജ പ്രതിസന്ധി മുൻനിർത്തിക്കൊണ്ട് ഇറാനിന്റെ ഈ എണ്ണയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം പോലും ഇപ്പോൾ നിവൃത്തിയില്ലാതെയാണെങ്കിലും ട്രംപ് പിൻവലിക്കേണ്ട ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്.